അസ്സലാമലൈക്കും. എന്തൊക്കെയുണ്ട്? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അപ്പോൾ ഇതൊന്ന് ഞായറാഴ്ചത്തെ വീഡിയോ ആണേ. അപ്പോൾ കുറച്ച് ചിക്കൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതൊക്കെ ഒന്ന് തൊലിയൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്ത് എടുക്കുന്നുണ്ട്. ഇനി ഒരു മിക്സിയിലെ ജാറിലോട്ട് ഈ പൂച്ചയുടെ കാര്യം പൂച്ചേ അപ്പോൾ നമ്മൾ നേരത്തെ ക്ലീൻ ചെയ്തെടുത്തിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതെല്ലാം കൂടെ ചേർത്ത് 2 ഏലക്കായ, നമ്മുടെ പട്ട, ഗ്രാമ്പു 2 വെച്ച് മതിയാകും. ഇതെല്ലാം കൂടെ ചേർത്ത് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഒത്തിരി അരിഞ്ഞു പോകലും ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഇനി ഇതേ നമ്മൾ ക്ലീൻ ചെയ്ത് അരിഞ്ഞു വെച്ചേക്കുന്ന ചിക്കനിലോട്ട് നേരത്തെ അരച്ച് വെച്ച ആ മസാലക്കൂട്ടില്ലേ അതെല്ലാം കൂടെ നമുക്ക് ചേർത്ത് അതിലോട്ട് ഇനി 1 ടേബിൾ സ്പൂൺ നിറച്ച് മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി, കുറച്ച് ചിക്കൻ മസാല ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് ഉപ്പും കൂടെ ഉണ്ട് കേട്ടോ. ഉപ്പും കൂടെ ചേർത്ത് ഇത് കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഈ ചിക്കൻ്റെ എല്ലാ ഭാഗത്തും മസാലകളൊക്കെ പിടിക്കുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലോട്ട് ലാസ്റ്റായിട്ട് ഞാനൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നുണ്ട് കേട്ടോ. പച്ചവെള്ളമൊന്നും അല്ല, നമ്മുടെ വിനാഗിരിയാണ്. നാരങ്ങ നീരാണ് ചേർക്കാനുള്ളത്. എൻ്റെ കയ്യിൽ നാരങ്ങ നീരില്ലാത്തതുകൊണ്ട് ഞാൻ വിനാഗിരി ചേർക്കുന്നുണ്ട്. അതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇങ്ങനെ ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് ചെയ്ത് നോക്കണം, നല്ല ടേസ്റ്റാണ്. അതവിടെ ഇരിക്കട്ടെ. ഒരു അരമണിക്കൂർ നമുക്കൊന്ന് മാഗ്നേറ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ഇനി കറി വെക്കാനായിട്ടുള്ള കുഞ്ഞുള്ളി, വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി ഇതെല്ലാം കൂടെ തൊലി കളഞ്ഞ് ഫ്രഷ് ചെയ്ത് നമ്മുടെ മിക്സിയിലെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ. നമുക്ക് കറി വയ്ക്കാനാണേ. ഇത് ഞാൻ ഞായറാഴ്ച എടുത്ത വീഡിയോയാണ് കേട്ടോ. ഞായറാഴ്ച ആകുമ്പം എല്ലാവരുടെ വീട്ടിലും കുറച്ച് സ്പെഷ്യൽ ആയിരിക്കൂലേ. ഇനിയിപ്പോൾ ചിക്കൻ കറിക്കുള്ള സവാളകളൊക്കെ നമുക്കൊന്ന് അരിഞ്ഞ് തൊലിയൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്ത് അരിഞ്ഞെടുക്കാം. ഇനി ഒരു കുക്കർ എടുത്തിട്ട് അതിൽ കുറച്ചധികം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ ഈ അരിഞ്ഞ് വെച്ച സവാള ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഈ പെട്ടെന്ന് വഴണ്ടി കിട്ടാനായിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ഫസ്റ്റ് തന്നെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഈ സവാള പെട്ടെന്നൊന്ന് സോഫ്റ്റായി കിട്ടും. അപ്പോൾ ഇത് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ട് ഞാൻ ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചില്ലേ മിക്സിയിലെ ജാറിൽ ആ മസാലകൾ, അതായത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഗ്രാമ്പു, പട്ട, ഏലക്ക അതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലോട്ട് ഒരു പഴുത്ത തക്കാളി ഒരെണ്ണം അത് മൊത്തം ഇങ്ങനെ അതും കൂടെ അരിഞ്ഞ് ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇനി കഴുകി ഫ്രഷ് ആക്കി വെച്ചേക്കുന്ന നമ്മുടെ ചിക്കൻ എടുത്തിട്ട് ഇതിലോട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ചിക്കൻ്റെ എല്ലാ ഭാഗത്തെയും മസാലയൊക്കെ കിട്ടുന്ന രീതിയിൽ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇനി ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിക്കണം. കുറച്ച് മതി, കാരണം ചിക്കനിൽ നിന്ന് ഓൾറെഡി വെള്ളം ഇതിലോട്ട് ഇറങ്ങും. അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. അതും കൂടെ ഇട്ട് മിക്സ് ചെയ്ത് നമ്മുടെ കുക്കറൊന്ന് മൂടി വെച്ച് 3 വിസിൽ കേൾക്കുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം. 3 വിസിൽ മതിയേ. അപ്പോൾ ഇതേ നമ്മുടെ ചിക്കനൊക്കെ വെന്ത് സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അടിപൊളി മണം. ഇനി ഇതിലോട്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ നിറച്ച് മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി, പിന്നെ 1/4 ടീസ്പൂൺ ചിക്കൻ മസാല ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. ഞാൻ ഇങ്ങനെയാണ് പൊടികളൊക്കെ ചേർക്കുന്നത്. ചിലർ എല്ലാം കൂടെ ഒരുമിച്ച് തന്നെ ചേർക്കും. എനിക്കിതാണ് കുറച്ചുകൂടെ ഒരു എന്താ പറയുക ഒരു ഈസി, ഞാൻ ശീലിച്ചിട്ടുള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ ചിക്കനിലോട്ട് ചേർക്കാനുള്ള മല്ലിയില നമുക്കൊന്ന് അരിഞ്ഞ് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ. ഇനി ചിക്കനിലോട്ട് ചേർക്കാനുള്ള മല്ലിയില കഴുകി ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിലോട്ട് ചേർക്കാം. അടിപൊളി ചിക്കൻ കറി ആയിരുന്നു കേട്ടോ, സൂപ്പറായിരുന്നു. ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചോറിൽ ചേർക്കാനുള്ള സവാള മൂപ്പിച്ചെടുക്കുകയാണേ. ഇനിയിപ്പോൾ നമുക്ക് ചോറ് വയ്ക്കാനുള്ള പരിപാടി തുടങ്ങാം. അതിനായിട്ട് 2 കപ്പ് അരി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു കുക്കർ എടുത്തിട്ട് അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് നെയ്യും കൂടെ ഒഴിക്കണം. അതിലോട്ട് പട്ട, ഗ്രാമ്പു, ഏലയ്ക്ക, 1 സവാള അരിഞ്ഞത്, 2 പച്ചമുളക് ഇതെല്ലാം കൂടെ ഇട്ട് നന്നായിട്ട് വഴറ്റിയിട്ട് നമ്മൾ കഴുകി ഫ്രഷാക്കി വെച്ചേക്കുന്ന ചോറല്ല അരിയിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിലോട്ട് കുറച്ചധികം വെള്ളം ഒഴിക്കണം. അതായത് ഇപ്പോൾ 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം. നിങ്ങൾ എത്രയാണോ അരി എടുക്കുന്നത് അതിൻ്റെ ഇരട്ടി വെള്ളം എടുക്കണം. ആ വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതിലോട്ട് 1 തക്കാളിയും കൂടെ ഇട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കാം. എന്നിട്ട് കുക്കർ അടച്ച് വെച്ച് 1 വിസിൽ മതി കേട്ടോ.
പെട്ടെന്ന് റെഡിയായി കിട്ടും. ഈസി ആയിട്ടുള്ളൊരു നെച്ചോറാണ് കേട്ടോ. ഇനി ഇതേ ഒരു ചീനച്ചട്ടി എടുത്തിട്ട് സവാള മൂപ്പിക്കുകയാണേ. ചോറിൽ ചേർക്കാനാണ്. സവാള മൂപ്പിച്ച് മാറ്റി വയ്ക്കുന്നുണ്ട്. നിങ്ങൾ ഈ ചീനച്ചട്ടിയുടെ ഗ്ലാമറൊന്നും നോക്കണ്ട കേട്ടോ. എനിക്ക് സ്പെഷ്യലാണ് ഈ ചീനച്ചട്ടി. അതങ്ങനെയല്ലേ, നമുക്ക് എന്തൊക്കെ നല്ല അടിപൊളി പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിലും ചിലത് നമ്മൾ എത്ര വർഷമായാലും കളയൂല, റിപ്പയർ ചെയ്തെങ്കിലും എടുക്കും അത് അല്ലേ. അങ്ങനത്തെ ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു ചീനച്ചട്ടിയാണ്. ഞാൻ എല്ലാം ഫ്രൈ ചെയ്യുന്നതും ഇങ്ങനെ വഴറ്റിയെടുക്കുന്നതും എല്ലാം ഇതിലാണ് കേട്ടോ. അതൊക്കെ അവിടെ ഇരിക്കട്ടെ. അപ്പോൾ അതേ നമ്മുടെ ചീനച്ചട്ടിയിൽ സവാള മൂപ്പിച്ചു, കാഷ്യൂ മൂപ്പിച്ചു. ഇനി നമ്മുടെ ഉണക്ക മുന്തിരി എല്ലാം കൂടെ മൂപ്പിച്ചെടുത്ത് മാറ്റി വയ്ക്കാം. ഇത് ഗാർണിഷ് ചെയ്യാനാണ് കേട്ടോ ചോറിൽ ഇടാൻ. ഇനി ഇതേ വെളിച്ചെണ്ണയിൽ തന്നെയാണ് ഞാൻ നമ്മുടെ ചിക്കനും കൂടെ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ മാഗ്നേറ്റ് ചെയ്ത് വെച്ച ചിക്കനൊക്കെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോഴത്തേക്ക് നമ്മുടെ ചോറൊക്കെ റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. അടിപൊളി നല്ല സൂപ്പറായിട്ട് കറക്റ്റ് പാകത്തിനുള്ള വേവിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതേ കണ്ടേ, പെട്ടെന്ന് ഇപ്പം നമുക്ക് ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന അടിപൊളി ഒരു കുക്കർ നെച്ചോറ്. എല്ലാവരും വെക്കുന്നതായിരിക്കും, എന്നാലും അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടി ഒന്ന് കാണിക്കുന്നതാണുള്ളൂ കേട്ടോ. അറിയാമെന്നുള്ളവരും മിണ്ടാതിരിക്കണേ. ഓക്കെ, അപ്പോൾ ഇതേ നമ്മുടെ സവാളയും കാഷ്യൂവും ഉണക്കമുന്തിരിയും എല്ലാം മൂപ്പിച്ച് അതിലോട്ടിട്ടിട്ടുണ്ട്. അടിപൊളിയല്ലേ കാണാൻ, കഴിക്കാനും സൂപ്പറായിരുന്നു. ഇനി നമുക്ക് സൈഡ് ഡിഷായിട്ട് ചെറിയൊരു റൈത്ത ഇവിടെ ഉണ്ടാക്കാം. ചട്നി. അതിനായിട്ട് ഒരു സവാള, ഒരു തക്കാളി, പച്ചമുളക് എല്ലാം കൂടെ അരിഞ്ഞ് അതിലോട്ട് അധികം പുളിയില്ലാത്ത തൈരാണ്. തൈരും കൂടെ ഇട്ട് അതിലോട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി ഞാൻ എപ്പോഴും വീഡിയോ ഇടാൻ ശ്രമിക്കാം, ടൈം കിട്ടാറില്ല. നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരാൻ നോക്കാം. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഞങ്ങളെ ഇതുവരെ തന്ന സപ്പോർട്ട് തന്നെ ഇനിയും മുൻപോട്ട് തന്നുകൊണ്ടിരിക്കണം. എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെന്താണ്, അതൊക്കെ തന്നെയുള്ളൂ. അപ്പോൾ അത് നമ്മുടെ റൈത്തയും കൂടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഞായറാഴ്ച ദിവസങ്ങളിൽ മിക്ക പേരുടെ വീട്ടിലും ഇതുപോലെ സ്പെഷ്യലായിരിക്കും അല്ലേ. നിങ്ങളുടെ വീട്ടിലൊക്കെ എങ്ങനെയാണ്? സൺഡേ ആണോ? ചിലരുടെ വീട്ടിൽ ഫ്രൈഡേ ആയിരിക്കും അല്ലേ. അപ്പോൾ അതേ നമ്മുടെ റൈത്തയൊക്കെ സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ചിക്കനും കൂടെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അതൊരു സൈഡിലിരുന്ന് ഫ്രൈ ആയിക്കൊണ്ടിരിക്കട്ടെ. എന്നിട്ട് നമുക്ക് ഇതിനിടയിൽ തന്നെ ഞാൻ ക്ലീനിങ് ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ബാക്കിയുള്ള എല്ലാ പരിപാടികൾ, പാത്രം കഴുകൽ, അതെല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം റെഡി ആയിട്ടുണ്ട്. നമ്മുടെ അടിപൊളി ചിക്കൻ കറി, പിന്നെ ബാക്കി ചിക്കൻ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ചോറ് എല്ലാം സെറ്റായിട്ടുണ്ട്. അങ്ങനെ എല്ലാം സെറ്റായി പണികളൊക്കെ കഴിഞ്ഞു കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.